ശരി, ബന്ധു നിയമനത്തിൽ മൗനമോ എന്ന ചോദ്യത്തിൽ മൗനമാണ് എന്നുള്ളതാണ് നമ്മുടെ മുന്നിൽ കണ്ടിരിക്കുന്ന കാര്യം. ഇന്ന് സഭയിൽ വിഷയം മറ്റൊന്നായിരുന്നു, അല്ലെങ്കിൽ ഇതിനോട് ചേർത്ത് വെക്കാവുന്ന ഒന്നാണ് ഈ ട്രാൻസ്ഫറുകൾ എന്ന വിഷയം. ആ വിഷയത്തിൽ അദ്ദേഹം മറുപടി പറഞ്ഞിട്ടുണ്ട്. പല സ്ഥലം മാറ്റങ്ങളും ട്രിബ്യൂണൽ ഇടപെട്ടുകൊണ്ട് അത് തടഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തെയാണ്. 10 വർഷമായി സെക്രട്ടേറിയറ്റ് കാണാത്ത ഉദ്യോഗസ്ഥരുണ്ട് എന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നു. 1 ഡസനിലേറെ സ്ഥലം മാറ്റപ്പെട്ട സർവീസ് സംഘടനാ പ്രതിനിധികൾ ഉണ്ടാകുന്നു എന്ന് പറയുന്നു. അതല്ല മാതൃക എന്നൊരു വാചകം കൂടി അദ്ദേഹത്തിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ എന്താണ് മാതൃക? അപ്പോൾ എന്ത് മാതൃകയാണ് KPCC അധ്യക്ഷൻ ആയ സണ്ണി ജോസഫ്, മന്ത്രിയായ സണ്ണി ജോസഫ് മറ്റ് മന്ത്രിമാർക്ക് അല്ലെങ്കിൽ പാർട്ടിയിലെ മറ്റ് നേതാക്കൾക്ക് കാണിച്ചു കൊടുക്കുന്നത് എന്നൊരു ചോദ്യമുണ്ടല്ലോ. അപ്പോൾ ഒരു നല്ല മാതൃകയാണോ അദ്ദേഹം കാണിച്ചതെന്ന ചോദ്യം അവിടെ നിൽക്കുകയാണ്. ഇപ്പോൾ സാങ്കേതികമായി കഴിഞ്ഞ സർക്കാരുകളുമായി ബന്ധപ്പെട്ട് ഉയർന്നിട്ടുള്ള, കഴിഞ്ഞ ഇടത് സർക്കാരുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന ബന്ധു നിയമനങ്ങളുമായി ഒരു താരതമ്യമില്ല എന്ന് പറയാം. കാരണം ഇത് സർക്കാരിൻ്റെ ഒരു പോസ്റ്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു മത്സരത്തിൽ ബാക്കിയുള്ളവരെ മാറ്റിവെച്ചുകൊണ്ട് ബന്ധുവിന് ഒരു നിയമനം കൊടുക്കുന്നു എന്ന രൂപത്തിൽ കാണിക്കാവുന്ന ഒരു വിഷയമല്ല. കാരണം ഈ സ്റ്റാഫ് നിയമനം എന്നുള്ളത് അതിലൊരു പ്രത്യേക ചട്ടം രൂപീകരിച്ചിട്ടില്ല. അതിൽ സർവീസിലുള്ള ഉദ്യോഗസ്ഥരാകാം, റിട്ടയർഡായ ഉദ്യോഗസ്ഥരാകാം, ഇനി അതല്ല എങ്കിൽ രാഷ്ട്രീയ നിയമനമാകാം. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തും രാഷ്ട്രീയ നിയമനങ്ങൾ ഈ പറയുന്ന സ്റ്റാഫിൻ്റെ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. സ്റ്റാഫിനെ നിയമിക്കുന്നത് സ്വാഭാവികമായും മന്ത്രിക്ക് നന്നായി സംസാരിക്കാൻ കഴിയുന്ന നല്ല ബന്ധമുള്ള ആളുകളെയാണ് സ്റ്റാഫായി നിയമിക്കുക. ഇതാണ് പറയുന്ന ഒരു വാദം. അങ്ങനെ നിൽക്കുമ്പോഴും അങ്ങനെയുള്ള മറ്റ് പാർട്ടിക്കാരെ കിട്ടുകയില്ലേ എന്നൊരു ചോദ്യം VD സതീശൻ കഴിഞ്ഞ പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ KK രാഗേഷിന്റെ ഭാര്യയുടെ നിയമനവുമായി ബന്ധപ്പെട്ട് നടത്തിയൊരു പ്രസംഗമുണ്ട്. സ്വന്തക്കാരെയും ബന്ധുക്കളെയും കുത്തിനിറയ്ക്കാൻ വേണ്ടി കൊടി പിടിച്ച് നടക്കുന്നവർക്ക് ഒരു ഗുണവും കിട്ടില്ല കേട്ടോ, കൊണ്ടുപോകുന്നതെല്ലാം ഇവരാണ്. അപ്പോൾ കൊടി പിടിച്ച് നടക്കുന്നവർക്ക് ഒന്നും കിട്ടില്ല എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട്. കൊടി പിടിച്ച് നടക്കുന്നവർക്ക് എന്ത് കിട്ടി എന്നുള്ളതും കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. ഇഡിക്കെതിരെ പ്രതിഷേധവുമായി എത്തിയ സാധാരണ പ്രവർത്തകർ ഇപ്പോഴും ജയിലിലാണുള്ളത്. അവർക്കെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റം എന്താണെന്ന് നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ഈ കൊടി പിടിച്ച് നടക്കുന്നവർക്കൊന്നും കിട്ടില്ല എന്നും ബന്ധുക്കൾക്ക് കിട്ടുന്നു എന്നുള്ള ഒരു ആരോപണം ഉന്നയിച്ച അന്നത്തെ പ്രതിപക്ഷ നേതാവ് ഇന്ന് മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ നടന്നിരിക്കുന്ന നിയമനമാണ് ഇത്. അപ്പോൾ ഇത് വിശദീകരിക്കേണ്ടി വരും. ഈ പറഞ്ഞ സാങ്കേതികമായ അർത്ഥത്തിൽ നിയമപരമായ തലത്തിലൊന്നും ഇത് ചോദ്യം ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം അവിടെ നിൽക്കുമ്പോഴും ഇത് ധാർമ്മികമായ വശമാണല്ലോ നിങ്ങൾ എല്ലാ കാലത്തും ചൂണ്ടിക്കാണിച്ചിരുന്നത്. കഴിഞ്ഞ സർക്കാരിനെതിരെ ധാർമ്മികതയാണല്ലോ ചോദ്യം ചെയ്തത്. അപ്പോൾ ധാർമ്മികമായ വശം നിങ്ങൾ ചൂണ്ടിക്കാണിക്കേണ്ടി വരും. ബെന്നി തോമസ് എന്ന രാഷ്ട്രീയ നേതാവ് എങ്ങനെയായിരുന്നു എന്ന് വിനോയ് തോമസ് എന്ന എഴുത്തുകാരൻ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് വൈകാരികമായ കുറിപ്പാണ്. കാരണം 10-40 വർഷമായി അദ്ദേഹത്തിന് അറിയാമെന്നും അവിടെ രാഷ്ട്രീയ നേതാവ് എന്ന നിലയ്ക്ക് സാധാരണക്കാരുടെ പ്രശ്നങ്ങളിൽ എങ്ങനെ ഇടപെടുന്നു, ആളുകൾക്ക് എങ്ങനെ പരിഹാരം ഉണ്ടാക്കി കൊടുക്കുന്നു, അങ്ങനെ നാട്ടുകാർക്കൊക്കെ ഇഷ്ടപ്പെട്ട ഒരു നേതാവാണ് ഈ പറയുന്ന ബെന്നി തോമസ് എന്ന കാര്യമാണ് അദ്ദേഹം അതിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ശരിയാണ്, അദ്ദേഹത്തിന്റെ പോസ്റ്റുകൾ നമ്മുടെ മുന്നിലുണ്ട്. അദ്ദേഹം പലതരത്തിലുള്ള പോസ്റ്റുകളിൽ നിന്നിട്ടാണല്ലോ ഇപ്പോൾ ഈ ഒരു സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത്. പുളിക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു, യൂത്ത് കോൺഗ്രസിന്റെ തലത്തിൽ സംഘടന ചുമതലയുണ്ടായിരുന്നു, കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റായിരുന്നു, ഇപ്പോൾ KPCC DCC ജനറൽ സെക്രട്ടറി സ്ഥാനമാണ് നിലവിൽ വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയമായ അദ്ദേഹത്തിന്റെ ഒരു പ്രൊഫൈലായി പറയുന്നത്. ശരിയായിരിക്കും, അദ്ദേഹത്തിന് രാഷ്ട്രീയമായ പ്രൊഫൈലുണ്ട്. പക്ഷേ ഈ പറയുന്ന അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി സ്ഥാനം എന്നുള്ളത് കിട്ടിയിരിക്കുന്നത് അളിയൻ എന്ന ബന്ധു എന്നുള്ള കാര്യത്തിൽ ഒരു അഡീഷണൽ ഒരു എന്താ പറയുക യോഗ്യതയായോ എന്നുള്ള ചോദ്യമാണല്ലോ അവിടെ ഇരുന്നത്. അവിടെയാണ് ആ സംശയം വരുന്നത്. ആ സംശയം വരുമ്പോൾ നമുക്കറിയാം സണ്ണി ജോസഫ് വളരെ നല്ല ഒരു MLA ആയിരുന്നു. സഭയിൽ പല വിഷയങ്ങളും വളരെ വിശദമായി ഉന്നയിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ മന്ത്രിയാകുമ്പോൾ അത് വിശദീകരിക്കേണ്ടി വരുമെന്ന് അറിയാത്ത ആളുമല്ല. അപ്പോൾ എന്തുകൊണ്ടാണ് അദ്ദേഹം അതിനോട് മൗനം പാലിക്കുന്നത്? ഇത്രയും കാര്യങ്ങൾ നിങ്ങളെല്ലാം മാതൃക എന്ന് പറഞ്ഞു വെക്കുമ്പോൾ അദ്ദേഹത്തിനെതിരെ ഉയർന്നിരിക്കുന്ന വ്യക്തിപരമായ ഒരു ആരോപണത്തിൽ വളരെ ശക്തമായ മറുപടി ഇന്ന് അദ്ദേഹം നൽകേണ്ടിയിരുന്നു. ഈ പറയുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിന് വിശദീകരിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ അദ്ദേഹം അത് വിശദീകരിക്കണമായിരുന്നു. ഇനി പോട്ടെ, സഭയിൽ വേണ്ട, പുറത്ത് പ്രതികരിക്കാമല്ലോ. എന്തുകൊണ്ടാണ് പ്രതികരിക്കാത്തത്? മറ്റു കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കൾ അദ്ദേഹത്തെ ന്യായീകരിക്കാൻ വന്നു. ഒരാളെ ന്യായീകരിക്കാൻ വന്നതായി നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ ഇതിൽ കോൺഗ്രസിനകത്ത് തന്നെ എതിർപ്പുണ്ട് എന്നുള്ള വിവരം കൂടി നമുക്ക് പുറത്തു വരുന്നു. ഇത് ശരിയായില്ല. കാരണം ഒരു കറയായിരിക്കുന്നു ഈ തുടക്കത്തിൽ ഈ പറഞ്ഞ തിരുത്തൽ നടപടികളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സർക്കാരിന് ആ രൂപത്തിൽ അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിനിടയിൽ വന്നിരിക്കുന്ന ഒരു പിഴവായി ഇതിനെ ചൂണ്ടിക്കാണിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ തിരുത്തുമോ, ഈ കാര്യത്തിൽ ഒരു മാറ്റം ഉണ്ടാകുമോ എന്ന് ഞാൻ ഉറ്റുനോക്കുകയാണ്. ഇനി കഴിഞ്ഞ സർക്കാരുകളുടെ കാലത്ത്, ഇടത് സർക്കാരിൻ്റെ കാലത്തെ ബന്ധു നിയമനം എങ്ങനെയായിരുന്നു എന്ന് കൂടി പരിശോധിക്കേണ്ടതെന്ന് തോന്നുന്നു. EP ജയരാജന്റെ ഭാര്യ സഹോദരിയും കണ്ണൂർ MP-യുമായിരുന്ന PK ശ്രീമതിയുടെ മകൻ സുധീർ നമ്പ്യാരെ KSIA MD ആയും, ജയരാജന്റെ ജ്യേഷ്ഠന്റെ മകൻ ഭാര്യ ദീപ്തി നിഷാദിനെ കേരള
ക്ലേസ് ആൻഡ് സെറാമിക് ജനറൽ മാനേജറുമായി നിയമിച്ചതാണ് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചത്. അതിനുശേഷം EP ജയരാജന് രാജിവെക്കേണ്ടി വന്ന ഒരു സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ അവിടെ മറ്റ് പലരെയും ഒഴിവാക്കിക്കൊണ്ടാണ് ആ നിയമനം വന്നത് എന്നാണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായി വരുന്നത്. അടുത്തത് KT ജലീലിന്റെ ബന്ധു KT അബീദിനെ നിയമിച്ചതും വിവാദമായിരുന്നു. നിയമനം നിയമവിരുദ്ധമാണെന്നും മന്ത്രിസ്ഥാനത്ത് തുടരാൻ ജലീലിന് യോഗ്യതയില്ല എന്നും ലോകായുക്തയിലേക്ക് ആ കേസ് വന്നു. അത് ലോകായുക്തയുടെ ഉത്തരവ് വന്നു. ഇതിനൊക്കെ ശേഷം അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വന്നു. ഇനി KK രാഗേഷിന്റെ ഭാര്യയുടെ വിവാദം. ഭാര്യ പ്രിയ വർഗീസിനെ അസോസിയേറ്റ് പ്രൊഫസറായി നിയമിച്ചിരിക്കുന്നത് മറ്റു യോഗ്യരായ പലരെയും ഒഴിവാക്കിക്കൊണ്ടാണ് എന്നുള്ള കാര്യമാണ്. ആ അഭിമുഖത്തിൽ പങ്കെടുത്തവരിൽ ഗവേഷണ പ്രസിദ്ധീകരണങ്ങൾക്കുള്ള ഏറ്റവും കുറവ് സ്കോർ ലഭിച്ചിട്ടും ഏറ്റവും കുറഞ്ഞ പോയിന്റ് ലഭിച്ചിട്ടും അധ്യാപന പരിചയം ഏറ്റവും കുറവാണ് എന്ന് അറിഞ്ഞിട്ടും പ്രിയ വർഗീസിനെ അവിടെ നിയമിക്കുകയായിരുന്നു. അതൊരു വലിയ വിവാദമായിരുന്നു. ഈ മുൻ സ്പീക്കർ AN ഷംസീറിന്റെ ഭാര്യ ഷഹാന ഷംസീറുമായി ബന്ധപ്പെട്ടും കണ്ണൂർ സർവകലാശാലയിലെ HRD സെൻട്രലിലെ അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിലേക്ക് നിയമനം അത് ഹൈക്കോടതി തടയുകയായിരുന്നു. അപ്പോൾ കോടതി ഇടപെട്ട കേസുകൾ ഉണ്ടായിട്ടുണ്ട്. പലരുടെയും നിയമനത്തിന് മറികടന്നുകൊണ്ട് ഈ പറയുന്ന ബന്ധുബലത്തിന്റെ അടിസ്ഥാനത്തിൽ സ്ഥാനം നേടിയവരുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ കേസ് അങ്ങനെ ഒരു താരതമ്യമില്ല. ആകെ താരതമ്യം വരുന്നത് PK ശ്രീമതിയുടെ മരുമകളെ ധന്യയെ കുക്കായി പേഴ്സണൽ സ്റ്റാഫിൽ നിയമിച്ചതാണ്. അത് ഈ പറഞ്ഞ പേഴ്സണൽ സ്റ്റാഫാണ്. അതാണ് ഒരു താരതമ്യമുള്ളത്. അതിൽ പക്ഷേ കുക്കായി പേഴ്സണൽ സ്റ്റാഫിൽ നിയമിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു ബന്ധുവിനെ തന്നെ അവിടെ നിയമിക്കുന്നു. അപ്പോൾ ആ ശമ്പളം കൂടി പോരട്ടെ, വീട്ടിലേക്ക് പോരട്ടെ എന്ന രൂപത്തിൽ അന്ന് പരിഹസിക്കുകയായിരുന്നു. പരിഹസിച്ച കോൺഗ്രസ് ഉണ്ട്. കോൺഗ്രസ് ആ കാര്യം വലിയ ശക്തമായി ഉന്നയിച്ചിരുന്നു. അവസാനം രാജിവെക്കേണ്ടി വന്നല്ലോ. ഈ ധന്യയുടെ സ്ഥാനം രാജിവെക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഈ കാര്യത്തിൽ വിമർശിച്ചവരാണ് നിങ്ങൾ എന്നുള്ള വരുമ്പോൾ നിങ്ങൾ എന്താണ് പകരം കാണിക്കുന്നത് എന്നുള്ള ചോദ്യം ഉറപ്പായിട്ടും നിങ്ങളിലേക്ക് വരും. ഇത് നിയമപരമായി നിങ്ങൾക്ക് തെറ്റല്ല എന്ന് പറയാം. ഈ പറയുന്ന സ്റ്റാഫ് നിയമനത്തിൽ ഇങ്ങനെയൊരു ചട്ടമില്ല എന്ന് നിങ്ങൾക്ക് വാദിക്കാം. ഈ പറയുന്ന ബെന്നി തോമസ് നല്ല മികച്ച നേതാവാണ് എന്ന് നിങ്ങൾക്ക് വാദിക്കാം. പക്ഷെ അപ്പോഴും ധാർമ്മികമായ ചോദ്യം, അതാണോ യോഗ്യത? ബന്ധുവാണെന്നുള്ളതാണോ അധിക യോഗ്യത എന്ന ചോദ്യം വരുമ്പോൾ നിങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിയണമെന്നുള്ളതാണ്. ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞു പോകണം. ഞാനിവിടെ ഉണ്ടല്ലോ എന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞിട്ട് എല്ലാ ചോദ്യങ്ങൾക്കും എല്ലാ രഹസ്യവും നിങ്ങളോട് ആദ്യമായിരിക്കും പറയുക എന്നുള്ളതാണ്. മുഖ്യമന്ത്രി ഇന്നിപ്പോൾ കർണാടകയിലായിരുന്നു. അവിടെ DK ശിവകുമാറിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പോയിരിക്കുകയാണ്. അദ്ദേഹം തിരിച്ചു വരുമ്പോൾ ഈ കാര്യത്തിൽ പ്രതികരിക്കുമോ എന്ന് കൂടി നമ്മൾ ഉറ്റുനോക്കുകയാണ്. അതല്ല, സണ്ണി ജോസഫ് തന്നെ പ്രതികരിക്കേണ്ടതാണ്. കാരണം ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട പോസ്റ്റാണല്ലോ. പാർട്ടിയുടെ അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്ന ആൾ, KPCC അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്ന ആൾക്ക് മറ്റുള്ളവർക്ക് മാതൃക കാണിക്കേണ്ട ഒരു സ്ഥാനത്ത് നിൽക്കുന്ന ആൾക്ക് ഇതിൽ കൂടുതൽ ഉത്തരവാദിത്തമുണ്ട് എന്നുള്ളതാണ്. ഒരു മന്ത്രി എന്നതിനേക്കാൾ കവിഞ്ഞ ഉത്തരവാദിത്തമുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അദ്ദേഹം അത് വിശദീകരിക്കേണ്ടതുണ്ട്. ഈ പിഴവ് തിരുത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. നിയമസഭയിൽ ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ടില്ല. നിയമസഭയിൽ ചോദ്യത്തിന് മറുപടി വാദം പറയാവുന്നത് ആ വിഷയമല്ല എന്ന് വേണമെങ്കിൽ പറയാം. ആ വിഷയമല്ലാത്തതുകൊണ്ട് പറയേണ്ടതായിരുന്നു. ആ നിയമസഭയിൽ ചോദ്യം വന്നിട്ട് പോലും അതിന് മറുപടി പറഞ്ഞില്ല. അത് VS ജോയ് മറ്റ് ട്രാൻസ്ഫറുകളെ ഇതുമായി കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ആ ചോദ്യം ഉന്നയിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അത് പറയാമായിരുന്നു, പറഞ്ഞില്ല എന്നുള്ളതാണ്. Meet the editors.